ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും സഹോദരി സഹോദരന്മാർക്ക് ദൈവം മുൻപാകരിപ്പാനിടയായതിൽ നിങ്ങളോടൊരുമിച്ച് ഞാനും കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത് യേശുക്രിസ്തുവിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ഓർത്തത്. ഒന്ന്, അവൻ സർവശക്തനാണ്. രണ്ട്, അവൻ സർവജ്ഞാനിയാണ്. നാം ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് യേശു കർത്താവിൻ്റെ ക്രൂശ് എന്നുള്ളത് ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും വലിയ ഭോഷത്വമാണ്. ദൈവം മനുഷ്യനായിട്ട് വരിക, പരിമിതികളിലേക്ക് ഇറങ്ങി വരിക, ഒരു സ്ത്രീയുടെ ശരീരത്തിനകത്ത് അവൻ ഒതുങ്ങി നിൽക്കുക, കാലാതിവർത്തിയായ ദൈവം ഒരു സമയപരിധിയിൽ ജീവിക്കുവാൻ ഇടവരിക, അവസാനമായിട്ട് അവൻ മരിക്കുക. ഇത് മണ്ടത്തരമാണ്. ഇതാണ് ലോകത്തിൽ പിശാച് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ നാം വായിച്ചതും നാം ചിന്തിച്ചതുമായ കാര്യം, ഈ ലോകത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ലെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിച്ച വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവജ്ഞാനമായ ക്രിസ്തുവാണ്. അതായത് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവ ക്രൂശിതനാക്കപ്പെട്ട ദൈവകുഞ്ഞാടാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനമായി ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. അത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് നാം അവസാനിപ്പിക്കുവാനിടയായത്. ഇന്ന് അതിനെ തുടർന്ന് യേശു കർത്താവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്ന മറ്റൊരു കാര്യം, ദൈവത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ നാം കാണുന്നത് കൊണ്ട് അതിലുള്ള ഒരു കാര്യം, ക്രിസ്തു സർവവ്യാപിയാണ്, സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, കർത്താവ് സർവവ്യാപിയാണ്. സർവവ്യാപകത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേ സമയത്ത് എല്ലായിടത്തും ആയിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ലഘുവായിട്ട് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വിശദീകരണം. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരിടത്തും അവനുണ്ട്, വേറെ ഒരു സ്ഥലത്തും അവനുണ്ട്. ഒരേ സമയത്ത് എല്ലായിടത്തും അവൻ സന്നിഹിതനാകുന്നു എന്നുള്ളതാണ് സർവവ്യാപകത്വം എന്നത് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. ദൈവത്തെക്കുറിച്ച് ഈ ചിന്ത നമുക്ക് ഒരുപാട് വേദഭാഗങ്ങളിലുണ്ട്. എങ്ങനെ പരിചയമുള്ള ഒരു സങ്കീർത്തന ഭാഗം ഒന്ന് വായിക്കാം. അത് ദൈവത്തെക്കുറിച്ചുള്ള മനോഹരമായിരിക്കുന്ന കാര്യമാണ്. അതിൽ ക്രിസ്തുവിൽ നിറവേറപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. 139 സങ്കീർത്തനം വായിക്കുമ്പോൾ 139 സങ്കീർത്തനത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഒരു കീർത്തനമാണ്, ഒരു പാട്ടാണ്. അവിടെ യഹോവയോടാണ് പറയുന്നത്. 139 സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ ദൈവത്തെ ആത്മാവിനെക്കുറിച്ച്, അപ്പോൾ ദൈവത്തെക്കുറിച്ച് ദൈവാത്മാവിനെക്കുറിച്ച് പറയുകയാണ്. മുതൽ നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഇനി ഭൂമിയുടെ കാര്യം പറഞ്ഞാലോ, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സ്വർഗത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, കൈ എന്നെ പിടിക്കും. ഇവിടെ ദൈവത്തെ പറയുകയാണ്, നീ സ്വർഗത്തിലുണ്ട്, ഭൂലോകത്തിൽ നിൻ്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ പാതാളത്തിലുണ്ട്, ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. എൻ്റെ ദിവ്യ സാന്നിധ്യത്തെ ഒഴിവാക്കി എങ്ങും പോകുവാൻ സങ്കീർത്തനക്കാരന് കഴിയുന്നില്ല എന്നാണ് താൻ പറയുന്നത്. ദൈവത്തിൻ്റെ സർവ്വവ്യാപകത്വത്തെയാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവസഹജമായ ഈ സ്വഭാവം കർത്താവായ യേശുക്രിസ്തുവിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചത്. ഇത് വിശദമാക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. എങ്കിലും ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് ഓർപ്പിക്കണം.
എന്ന് വിചാരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ വിലപ്പെട്ട ഒരു വേദഭാഗമാണത്. പ്രത്യേകിച്ച് ആ അധ്യായത്തിലാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടതിലേക്കും മനോഹരമായ വാക്യം നമ്മൾ വായിക്കുന്നത്. ആ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആ വാക്യം ഞാൻ കീറിമുറിക്കുന്നില്ല, എങ്കിൽ ആ വാക്യം ശ്രദ്ധിക്കുക. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ മാത്രമല്ലേ കാണൂ? അല്ല, അവിടെ വായിക്കുന്നത് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവൻ സ്വർഗത്തിലിരിക്കുന്നവരും കൂടെയാണ്. ഇത് യേശു കർത്താവ് താൻ തന്നെ പറഞ്ഞ മനോഹരമായ ഒരു വാക്യമാണ്. ഞാൻ പറഞ്ഞ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വാക്യങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് താൻ കടന്ന ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും, അത്രത്തോളം നാം പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ കർത്താവ് അതേ സമയത്ത് തന്നെ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വസ്തുതയാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സമയത്തായിരിക്കാൻ അവന് കഴിയുന്നു എന്നുള്ളത് മനോഹരമായ ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, അത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നാം നിരന്തരമായിട്ട് ഓർക്കുന്ന ഒരു വാക്യമാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നവൻ അരുളി ചെയ്തു. അതായത് ഇവിടെ ഇന്ന് രാത്രി ഈ ചെറിയ ഹാളിൽ നാം കൂടുമ്പോൾ തന്നെ ലോകത്തിൻ്റെ ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്രയെത്ര കൂടിവരലുകളുണ്ടോ അവിടെയെല്ലാം ഇവിടെ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ അവൻ ഉണ്ട്. നമുക്കറിയാം, അതിനൊരു വ്യത്യാസവും ദൈവം പറയുന്നില്ല. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ അവനുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. ഏത് കൂടിവരവിലും, ദൈവജനത്തിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഏത് കൂടിവരവിൻ്റെ നടുവിലും അവൻ്റെ സാന്നിധ്യമുണ്ട്. അത് അവൻ്റെ സർവ്വവ്യാപകത്വത്തിൻ്റെ മറ്റൊരു തെളിവാണ്. യേശുക്രിസ്തുവിന് ഇത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ ദൈവമായതുകൊണ്ടാണ്. വേറെ ഒരു നിലയിലും അത് വിശദീകരിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ കർത്താവ് ദൈവമായതുകൊണ്ട് മാത്രമാണ് അവന് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുവാൻ ഇടയാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ വലിയ നിയോഗം നാം വായിക്കുന്ന മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ്: നിങ്ങൾ പുറപ്പെട്ടു പോകണം, സുവിശേഷം അറിയിപ്പാനായിട്ട് പോകണം, വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം എന്നെല്ലാം പറയുന്ന ഭാഗത്ത് അവരെ അയക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു വാഗ്ദത്ത വചനമുണ്ട്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ഏതെല്ലാം വിശ്വാസികൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെല്ലുന്നോ അവരോടെല്ലാം ഈ സാന്നിധ്യ ദൈവം വാഗ്ദത്തം ചെയ്യുകയായിരുന്നു. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എല്ലാ നാളും. ആ വാക്കുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്. എൻ്റെ കാര്യം, അതായത് വേറെ ആരും അങ്ങനെ പറയുകയില്ല, ആർക്കും വരാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഞാൻ, എൻ്റെ കാര്യം, ഞാനോ എത്ര നാളത്തേക്ക്? ലോകാവസാനത്തോളം. ഇനി മൊത്തത്തിൽ പറയുകയാണോ? അല്ല, എടുത്തു പറഞ്ഞു എല്ലാ നാളും, ഓരോ ദിവസങ്ങളും. മൊത്തത്തിലൊരു സഭയോട് കൂടെയാണോ? അല്ല, വ്യക്തികളോട് പറയുകയാണ്, നിങ്ങളോട് കൂടെ. അപ്പോൾ ഒരു ആൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ വിശ്വാസിയോട് കൂടെ ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യം നൽകുകയാണ്. അങ്ങനെ സാധിക്കണമെങ്കിൽ അവൻ സർവ്വവ്യാപിയായിരുന്നേ മതിയാകുകയുള്ളൂ. എല്ലാ നാളും വിശ്വാസികളോടുകൂടെ അവനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവർക്ക് ആശ്വാസത്തിനായി പറയുകയായിരുന്നു. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14 മുതലുള്ള 3 അധ്യായങ്ങൾ മാളികമുറിയിലെ പ്രസംഗം എന്ന പേരിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അവിടെ 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അവരുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹൃദയം കലങ്ങിയിട്ടുണ്ട്. കലങ്ങാൻ തുടങ്ങരുത് എന്നല്ല, കലങ്ങിയത് മതിയാക്കുവിൻ എന്നുള്ള ആശയത്തിലാണ് അവിടെ പറയുന്നത്. കലങ്ങരുത്, ഇനി കലങ്ങാനായിട്ട് ആവശ്യമില്ല. കലങ്ങാനുള്ള പല കാര്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്കതറിയാം. ഒന്ന്, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്. അത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. 3.5 വർഷം കൂടെ ഇരുന്നയാൾ സകലവും വിട്ട് ആരെയാണ് അനുഗമിച്ചത്? ആ വ്യക്തി പറയുകയാണ്, ഞാൻ മരിക്കാൻ പോകുകയാണ്.
അതവരുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, യൂദ അവരുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. നാം അത് വായിക്കുന്നുണ്ട്. ആ ദിവസം, പെസഹയുടെ ദിവസം ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, എടുത്തു പറഞ്ഞു. അവൻ്റെ കയ്യിൽ പണസഞ്ചി ഉണ്ടായിരുന്നു. ആ പണസഞ്ചി ഉള്ളവൻ അവിടെ നിന്ന് പോയി. ശിഷ്യന്മാരിൽ ഒരുത്തൻ അവിടെ നിന്ന് പോയി. ഹൃദയത്തെ കലക്കുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. ഇതെല്ലാം അവരുടെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിയത് മതിയാക്കുക, ഇനി കലങ്ങേണ്ട ആവശ്യമില്ല. അതിനെ ധൈര്യപ്പെടുത്തുന്ന ആദ്യത്തെ പ്രസ്താവന 3-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. അതായത്, ഞാൻ പോകുകയാണ്, പക്ഷേ ഞാൻ പോയാൽ, ഞാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുകയാണ്, ഞാൻ പോയാൽ അവിടെ ഒരു കാര്യം സാധിക്കും. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കപ്പെടും, നിങ്ങൾക്ക് ഒരു പാർപ്പിടം ഒരുക്കപ്പെടും. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താൻ ഞാൻ പിന്നെയും വരും, നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്യം നമ്മോട് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഞാൻ വരുന്ന ഒരു സമയം ഉണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ ഇടവേളയിൽ ഒരു സാന്നിധ്യം അസാധ്യമാണ്. കാരണം ഞാൻ പോകുകയാണ്, ഞാൻ പോയിട്ട് ഞാനൊരു ജോലി ചെയ്യാൻ പോകുകയാണ്, ഞാൻ പോയി ഒരു വീട് ഒരുക്കുകയാണ്, പിന്നെ ഞാൻ വരുന്നത് ആ വീട് പണി തീരുമ്പോഴാണ്. അപ്പം ഞാൻ പോകുന്നതിനും ഞാൻ മടങ്ങി വരുന്നതിനും ഇടയ്ക്ക് ഒരിടവേളയുണ്ട്. അവിടെ അവനില്ല. അതാണ് ശരിക്കും പറയേണ്ട കാര്യം. പക്ഷേ ആ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ പറയുകയല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട 1-2 വാക്കുകൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അത് 2-ാമത്തെ വരവിൽ നടക്കുന്ന കാര്യമല്ല, ഇവിടെ ഈ പ്രായോഗിക ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. അനാഥത്വം വരാതെ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളെ നടത്തുമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്താണ്. അല്ലാതെ യേശു കർത്താവിൻ്റെ വരവിൽ അവൻ നമ്മുടെ പിതാവായിട്ട് വരുമെന്നും നാഥനായിട്ട് മാറുമെന്നുമല്ല. ഇവിടെ നാം ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ അവൻ നമുക്ക് നാഥനായിട്ടുണ്ട്. മാത്രമല്ല, ആ അനാഥത്വം വരാതിരിക്കാനായിട്ട് ആ വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ 2 പദം കൂടി ഒന്ന് ചേർത്ത് ചിന്തിക്കുക. ഞാൻ പോകുകയാണ്, ഉടനെ ചേർത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അതിൻ്റെ അർത്ഥം ഇതാണ്, പോയാലും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, പോയിട്ടും പോകാത്തവനാണ് അവിടുന്ന്. അത് മനോഹരമായിരിക്കുന്ന പ്രസ്താവനയാണ്. അവൻ പോകും, പക്ഷേ പോയാലും അവൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അവന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത വാക്ക്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന്. ഞാനൊരു ആഴ്ച പറഞ്ഞതാണ്, യേശു കർത്താവ് ഒരിക്കലും പൂജക ബഹുവചനം ഉപയോഗിച്ചിട്ടില്ല. അതായത് രാജാക്കന്മാരും തമ്പുരാക്കന്മാരും ഒക്കെ പറയുന്ന പോലെ ഞാൻ എന്നുള്ളതിന് അവർ പറയുന്നത് നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ഒരാളെ ഉള്ളൂ, പക്ഷേ ആ ബഹുമാന സൂചകമായിട്ട് അവർ തന്നെ പറയുന്നത് നാം എന്നാണ്. കർത്താവ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ പറയുന്നതൊക്കെ ഞാൻ 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 എന്നാണ്. എന്നാൽ നാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവിക തൃത്വത്തെ ചൂണ്ടിക്കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ശ്രദ്ധിക്കുക. ഒരാളെ ഞാൻ സ്നേഹിച്ചാൽ ചെയ്യുന്ന കാര്യം ഇതാണ്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവും ഞാനും പരിശുദ്ധാത്മാവും. ഞങ്ങൾ, പിതൃ പുത്ര പരിശുദ്ധാത്മാവായ ഞങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അതായത് ഇത് ഭാവി കാലത്ത് സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. ആരാണോ ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് അവരോടുകൂടെ ത്രിയേക ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം എന്നല്ല ഈ വാക്ക് പറയുന്നത്, അധിവാസമുണ്ടാകും. ഞങ്ങൾ അവനോടുകൂടെ പാർക്കും, അവനോടുകൂടെ വാസം ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയും വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്, നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ട് പോകുന്നില്ല. അത് സാധിക്കുന്നത് അവൻ സർവ്വവ്യാപി ആയതുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്യം ഒന്ന് വായിച്ചു പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം
16-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ആ പ്രസ്താവന ശ്രദ്ധിച്ചല്ലോ. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അവൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ആ വാക്യത്തോട് ചോദിക്കുക, ഇപ്പോൾ അവൻ എവിടെയാണ്? അവൻ സ്വർഗത്തിലാണ്. ആരുടെ കൂടെയാണ്? ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു. അവരെന്ത് ചെയ്തു? 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. പക്ഷെ അടുത്ത വാക്ക് അത്ഭുതകരമാണ്. ആരാണോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നത്, അതേ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്നാണ്. അതായത് സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പ്രവർത്തിച്ചു, അവരോടുകൂടെ സഞ്ചരിച്ചു, അവരോടുകൂടെ അടയാളങ്ങൾ നടത്തി വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്നുള്ളതാണ്. ഇതിനേക്കാൾ ക്രിസ്തുവിൻ്റെ സർവ്വവ്യാപകത്വത്തെക്കുറിച്ച് പറയേണ്ട ഒരു വാക്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി, ക്ലിയറായിട്ട് പറഞ്ഞു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. 110-ാം സംഗീതത്തിൽ വായിക്കുന്ന പോലെ, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി. അവൻ ഇരുന്നു. അവിടെ വായിച്ചങ്ങനെയാണ്, അവൻ ഇരുന്നു. ആ ഇരുന്നതിന് ശേഷം അവർ പുറപ്പെട്ട് എല്ലായിടത്തും കർത്താവിനെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ പോയ സ്ഥലങ്ങളിലെല്ലാം യേശു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. സ്വർഗത്തിലേക്ക് പോയവൻ ഭൂമിയിൽ തൻ്റെ ജനത്തോടുകൂടെ സഞ്ചരിക്കുന്നു. അത് അവൻ്റെ സർവ്വവ്യാപകത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു പ്രയോഗമാണ്. ഞാൻ 1-2 വാക്കുകൂടെ ഒന്ന് ഓർപ്പിക്കാം. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണല്ലോ കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത്, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. സ്വർഗത്തിലേക്ക് പോയ കർത്താവ് അവൻ നിങ്ങളിൽ, അതായത് കൊലോസ്യയിലുള്ള ദൈവജനത്തോടു കൂടെ, വാസ്തവത്തിൽ കൊലോസ്യയിൽ പൗലോസ് സുവിശേഷം അറിയിച്ചിട്ടില്ല, അവിടെ വേറെ ആളുകളാണ് സുവിശേഷം പറയാനിടയായത്. ഇന്ന് വരെ കൊലോസ്യയിലുള്ള വിശ്വാസികളുടെ മുഖം പൗലോസ് കണ്ടിട്ടില്ല. പക്ഷെ അവിടെ വിശ്വാസികളുണ്ട്, അവരെ ഉറപ്പിച്ചുകൊണ്ടാണ് ലേഖനം എഴുതുന്നത്. അവരോട് പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയവനാണെങ്കിലും അവൻ നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് പോയെങ്കിലും വിശ്വാസികളിൽ അവൻ വസിക്കുന്നു. ദൈവജനത്തോടു കൂടെ അവനുണ്ട്, അവനുണ്ട്, അവരിൽ വസിക്കുന്നു, അവരിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം പൗലോസ് വ്യക്തമാക്കുകയാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുന്നത്? ഞാൻ കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞതാണ്, നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് യോഹന്നാൻ 17 സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, അത് ഞാൻ പറയുകയുണ്ടായി. ഇവിടെ ഈ 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ അവൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 21-ാം വാക്യം. അത് വിശദീകരിക്കാനായിട്ട് പല ക്ലാസ്സുകൾ വേണ്ടി വരും. ഞാൻ അതിന് തുനിഞ്ഞുകൊണ്ടല്ല, എങ്കിലും ആ വാക്ക് ഒന്ന് പറയാൻ വേണ്ടി മാത്രം അത് വായിക്കുകയാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, എന്നിട്ട് പറയുകയാണ്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ആ വിഷയമെന്ന് പറയുന്നത് ദൈവസാരാംശത്തിൻ്റെ അനുപമമായ ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. നമ്മുടെ ഭാഗത്തേക്ക് ഇത് കിടക്കുന്നില്ല, എങ്കിലും ആ പ്രയോഗം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. പിതാവിനോട് യേശു കർത്താവ് പറയുകയാണ്, ഒരു നിസ്തുലമായ ബാന്ധവം, വിശദീകരിപ്പാൻ കഴിയാത്ത തൃത്വത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. പിതാവേ, ദൈവമേ, പിതാവേ നീ എന്നിലാണ്. അതായത് പിതാവായ ദൈവം പുത്രനിൽ ഉണ്ട്, നീ എന്നിലാണ്. അപ്പോൾ തന്നെ ഞാൻ, പുത്രൻ, പിതാവേ നിന്നിലുമാണ്.
നീ എന്നിലും ഞാൻ നിന്നിലുമാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആകുന്നത് പോലെ. അത് പിന്നെ ഉണ്ടായ സംഭവമല്ല, എന്നും അങ്ങനെയാണ്. പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലുമാണ്. അങ്ങനെയാണ്. അങ്ങനെ ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അതായത് രക്ഷിക്കപ്പെട്ടവര് ക്രിസ്തുവിലും പിതാവിലും ആകേണ്ടതിന് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മിൽ കർത്താവുണ്ട്, നമ്മിൽ പിതാവുണ്ട്. മാത്രവുമല്ല, നാം ദൈവത്തിലും നാം ക്രിസ്തുവിലും ആണ്. അതെന്തൊരു ബന്ധമാണ്! അങ്ങനെ സാധിക്കണമെങ്കിൽ സർവ്വവ്യാപിയായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഏത് അന്ധകാര സ്ഥലത്തും രക്ഷിക്കപ്പെടുന്ന ഒരാളുടെ ഉള്ളിൽ ദൈവമുണ്ട്, കർത്താവുണ്ട്. നമുക്കറിയാം, മരുഭൂമിയിലാണെങ്കിലും കാട്ടിലാണെങ്കിലും വെള്ളക്കാരുടെ ഇടയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും രക്ഷിക്കപ്പെടുന്നവൻ്റെ ഉള്ളിലേക്ക് ദൈവം കടന്നു വരുന്നു. അവർ നമ്മിലാകേണ്ടതിന്, രക്ഷിക്കപ്പെടുന്നവർ പിതാവിലും പുത്രനിലും ആകേണ്ടതിന് തന്നെ. വിശുദ്ധമായ നിസ്തുലമായ ഒരു ബാന്ധവമാണ് ഇവിടെ നാം വായിക്കുന്നത്. എത്രയോ പാട്ടുകൾ അതിനെക്കുറിച്ച് ദേവദാസന്മാർ പാടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഇത് ഓർത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, സ്തുതിച്ചു പാടാം മഹിമനവനെ എന്നുള്ളൊരു പാട്ടിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, അവൻ നമ്മിലും നാം അവനിലും ആയതാം നിസ്തുല ബന്ധത്തിനായി അവനെ സ്തുതിക്കാം. നാം അവനിലും അവൻ നമ്മിലുമായ നിസ്തുലമായ ബന്ധം. അപ്പോൾ ഏതെല്ലാം വിശ്വാസികൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് ജീവിക്കുന്നുവോ അവരിലെല്ലാം യേശു ക്രിസ്തുവുണ്ട്, ദൈവമുണ്ട് എന്ന് മാത്രമല്ല, അവർ ദൈവത്തിലുമാണ്. അവൻ നമ്മിലും നാം അവനിലുമായതാം നിസ്തുല ബന്ധത്തിനായി സ്തുതിക്കാം. അവൻ നമ്മിലും നാം അവനിലുമായ നിസ്തുല ബന്ധം. അപ്പോൾ ഇത് സാധിക്കുന്നത് അവൻ്റെ സർവ്വവ്യാപകത്വം എന്നുള്ള മഹാസ്വഭാവം കൊണ്ടാണ് എന്ന കാര്യം നാം വ്യക്തമായിട്ട് അറിയുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്യം മുഴുവൻ ഞാൻ ഉദ്ധരിക്കുകയല്ല, അതിൻ്റെ ഒരു ഭാഗം. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ക്രിസ്തു നിങ്ങളിലുണ്ട്. അത് കൊരിന്ത്യരിൽ മാത്രമല്ല, വിശ്വാസികളിലൊക്കെ ബാധകമായ കാര്യം പറയുകയാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഉണ്ട്. എല്ലാ വിശ്വാസികളിലും അവനുണ്ട്. അവനെ ഒരു പരിമിതമായ വൃത്തത്തിലേക്ക് ഒതുക്കാൻ കഴിയാത്തത് കൊണ്ട് ഏതെല്ലാം ദൈവമക്കളുണ്ടോ അവരിലെല്ലാം യേശു കർത്താവുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമല്ലേ? അറിയുകയില്ലേ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ രസകരമായി തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ കർത്താവ് ആളുകളെ വിളിക്കുകയാണ്. ഫിലിപ്പോസിനെ വിളിച്ചു. ഫിലിപ്പോസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് മറ്റൊരു ആളെ കണ്ടു. അവൻ്റെ പേര് നഥനയേൽ എന്നാണ്. നഥനയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞു, ഞാൻ മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തി. അവൻ ആരാണെന്ന് ചോദിച്ചാൽ യോസേപ്പിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരനാണ്. ഉടനെ നഥനയേൽ, അവനൊരു സത്യസന്ധനായ മനുഷ്യനാണ്, കപടമില്ലാത്തവനാണ്, കർത്താവ് തന്നെ പറഞ്ഞു. അവൻ ചോദിച്ചു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. അങ്ങനെ നഥനയേൽ വന്നപ്പോൾ നമ്മുടെ വായിക്കുന്നുണ്ട് 48-ാം വാക്യത്തിൽ, യേശുവിനോട് നഥനയേൽ ചോദിച്ചു, എന്നെ അറിയാമോ? എവിടെ വെച്ചറിയാം? ഉടനെ കർത്താവ് പറഞ്ഞ വാക്കിതാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ. അതായത് ഞാൻ യേശുവിനെ കണ്ടെത്തി, നിനക്ക് യേശുവിനെ കാണണമെങ്കിൽ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. അതായത് യേശു കർത്താവ് നഥനയേലിനെ കണ്ടെത്തിയത് നഥനയേൽ കണ്ട സമയത്തല്ല, അവൻ നഥനയേലിനെ അത്തിയുടെ കീഴിൽ വിശ്രമിക്കുന്ന സമയത്ത് കണ്ടു. അത് സർവ്വവ്യാപിയായതുകൊണ്ട് മാത്രമാണ് സാധിച്ചത്. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നഥനയേലിനെ കാണാൻ പറ്റുകയില്ല. അങ്ങേ വശത്ത് അപ്പുറത്ത് കുറച്ച് ദൂരെ വിശ്രമിക്കുന്ന നഥനയേലിനെ അവന് കാണാൻ പ്രയാസമുണ്ടായില്ല. അവൻ സർവ്വവ്യാപിയാണ്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു വാക്കാണ്. അത് പറഞ്ഞപ്പോൾ 49-ാം വാക്യത്തിൽ നഥനയേൽ പറഞ്ഞു, എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് പറഞ്ഞു. ദൈവപുത്രനല്ലാതെ ഇങ്ങനെ ഒരു കാര്യം സാധിക്കുകയില്ല. നമ്മൾ തന്നെ പറയുന്നത്,
അവൻ ദൈവമായതുകൊണ്ടാണ് ഈ സർവ്വവ്യാപകത്വം അവനുണ്ടായത്, എല്ലാ സ്ഥലത്തുമായിരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമാണ്. അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. അതുകൊണ്ട് ആ നഥനയേലിനെ മറവിൽ വെച്ച് എന്നവണ്ണം നമ്മുടെ കർത്താവിനെ കാണാൻ കഴിഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ലേഖനങ്ങളിലേക്ക് വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട വേദഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. ആശയങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരധ്യായമാണത്. 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയെ കാണണമെങ്കിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരണം. അത് യേശു കർത്താവിൻ്റെ കല്ലറയാണ്. 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ അവൻ പറഞ്ഞു, വിളിക്കപ്പെട്ട ആളുകളിൽ ദൈവത്തിന് ഒരാശയുണ്ട്, വിളിച്ചവന് ഒരാശയുണ്ട്. ആ ആശ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ അപാരമായ ശക്തി നൽകുകയാണ്. ആ ശക്തി എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പൗലോസ് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ കല്ലറയിലേക്കാണ്. അവിടെ എന്ത് സംഭവിച്ചു? 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതാണ് ദൈവശക്തിയുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ അവൻ എവിടെയാണ്? ആ വാക്യങ്ങൾ പറയുന്നത്, സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത്, അതായത് പിതാവിൻ്റെ വലത്തുഭാഗത്ത്. പിന്നെ പറയുകയാണ്, അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് മുഴുവൻ പറയുകയാണ്. എല്ലാ വാഴ്ചയ്ക്കും, മൂലഭാഷയിൽ ഇതിന് എല്ലാ എന്നുള്ളത് താഴെയുള്ള എല്ലാ പദത്തിനും ചേർക്കണമെന്നാണ്. എല്ലാ വാഴ്ചയ്ക്കും, എല്ലാ അധികാരത്തിനും, എല്ലാ ശക്തിക്കും, എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തിയിരിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി. ആ ഇരുത്തലെന്ന് പറയുന്നത് സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മാത്രമല്ല, ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ളതിൽ എല്ലാം വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ. ഇത് എല്ലാം പറഞ്ഞതിൻ്റെ പരമാവധിയിലാണ്. ആ മീതെ ആക്കി വെച്ചു. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിർത്തിയില്ല. അടുത്ത വാക്ക് പറയുകയാണ്, അവൻ്റെ കീഴെ സകലത്തെയും ആക്കി വെച്ചു. അവൻ്റെ കാൽ കീഴ് സകലത്തെയും ആക്കി വെച്ചിട്ട് അവനെ സർവത്തിനും മീതെ തലയാക്കി. അപ്പോൾ അവന് മീതെ വേറെ ആരും ഇല്ല. അവൻ സ്വർഗത്തിലാണ്, പിതാവിൻ്റെ വലത്തുഭാഗത്താണ്. ഈ പറയുന്ന അധികാരങ്ങൾക്കെല്ലാം മീതെയാണ്, വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെയാണ്. ഇപ്പോൾ അവൻ്റെ കാൽ കീഴ് സകലവും വന്നിരിക്കുന്നു. അവൻ സർവത്തിനും മീതെ തലയാണ്. എന്നിട്ട് ആ ക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു എന്ന് പറയുകയാണ്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം എല്ലാം നിറയ്ക്കുന്നവനാണ്. അവനെ നിറയ്ക്കാനായിട്ടൊന്നും ആവശ്യമില്ല. അവനെല്ലാം നിറയ്ക്കുന്നവനാണ്, അവനെല്ലാം കൊടുക്കുന്നവനാണ്. അവനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം നിറയ്ക്കാൻ കൊടുക്കുന്നവനാണ്. അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്, എല്ലാം നിറയ്ക്കുന്നത് അവനാണ്. എന്നാൽ ആ എല്ലാം നിറയ്ക്കുന്നവനെ നിറയ്ക്കാനായിട്ടാണ് ദൈവത്തിൻ്റെ സഭയെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിനൊരു കുറവായതുകൊണ്ടല്ല, എന്നാൽ അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ദൈവം എല്ലാത്തെയും നിറയ്ക്കുന്നവരാണ്, കർത്താവ് സകലത്തെയും നിറയ്ക്കുന്നവനാണ്. എന്നാൽ ആ ദൈവത്തെ, ആ ക്രിസ്തുവിനെ നിറയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ സഭയാലാണ്. എന്നിട്ട് കർത്താവിന് എന്ത് ചെയ്തു? ആ സഭയ്ക്ക് അവനെ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് ദൈവസഭയുടെ അവകാശമായി ഇവിടെ ഉണ്ട്. സഭയ്ക്ക് അവകാശപ്പെടാൻ അവനുണ്ട്. അവൻ തലയാണ്, അവൻ നമ്മുടെ അവകാശമാണ്, അവൻ ഈ ഭൂമിയിലും ഉണ്ട്. അപ്പോൾ ആ വാക്യങ്ങൾ നമ്മോട് പറയുന്നത് സ്വർഗത്തിലിരിക്കുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് സ്വർഗത്തിലിരിക്കുന്ന അതേ കർത്താവ്, അത്യുന്നതനായ കർത്താവ് ദൈവസഭയുടെ അവകാശമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്. അവൻ്റെ സർവ്വവ്യാപകത്വത്തെ ഏറ്റവും ശക്തമായ നിലയിൽ ആ വാക്യത്തിൽ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്.
നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്കും കൂടെ ഒന്ന് തിരിയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ആശയത്തിൻ്റെ ഏറ്റവും സമുന്നതമായ ഒരു വിഭജനമാണ് നാം 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഇവിടെ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നു. പത്മോസ് ദ്വീപിലാണ് യോഹന്നാൻ കഴിയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. ആകെ കൂടെ അവന് കാണാനുള്ളത് ഈജിയൻ കടലിലെ തിരമാലകൾ മാത്രമാണ്. കരിമ്പാറകൾ നിറഞ്ഞ ആ പത്മോസ് ദ്വീപിൽ അവനവിടെ കഴിയുകയാണ്, നാട് കടത്തപ്പെട്ട് കഴിയുകയാണ്. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരുമില്ല, ഏകാന്തത അവൻ അനുഭവിക്കുന്നുണ്ട്, അവിടെ വേറെ ആരുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടായി. നാം അങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം കാര്യങ്ങളെ വെളിപ്പെടുത്തി, റെവലേറ്റ് ചെയ്തു, അവന് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. സംഭവങ്ങളെ മുഴുവനും ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തലിൽ ആദ്യം സംഭവിച്ച കാര്യം സ്വർഗത്തിൽ ഒരാളെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മൾ 9-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്തൃ ദിവസത്തിലാണ് യോഹന്നാൻ ഈ കാഴ്ച കാണുന്നത്. ആത്മവിവശതയിലേക്ക് അവൻ വന്നു. നീ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവന്നു. ഒരു ഭയങ്കര ശബ്ദം കേട്ടു. പക്ഷേ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു ആളെയാണ്. 12-ാം വാക്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നാദം എന്ത് എന്ന് കാണുവാൻ തിരിഞ്ഞു. നാദം കേൾക്കുകയാണ്, നാദം കാണുകയല്ല. പക്ഷെ അവനറിയാം ഈ നാദത്തിൻ്റെ പിന്നിൽ ഒരാളുണ്ട്. തിരിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച അതിൻ്റെ 13-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് യേശു കർത്താവിൻ്റെ നിസ്തുലതയെ എത്രയും മനോഹരമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. 7 പൊൻനിലവിളക്കുകൾ, ആ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ. അവൻ്റെ തലയിലേക്ക് നോക്കിയപ്പോൾ തലമുടി വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. കണ്ണുകൾ എന്ന് പറയുന്നത് അഗ്നിയുടെ ജ്വലനം പോലെയാണ്. കാലുകൾ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമാണ്. അവൻ്റെ ശബ്ദം എന്ന് പറയുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അവൻ്റെ വലങ്കയിലേക്ക് നോക്കിയാൽ 7 നക്ഷത്രം കയ്യിലുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവജനം ആരാധനയ്ക്കായിട്ട് വരുമ്പോഴൊക്കെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല, എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് യേശു കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ആ മുൾമുടിയും അവൻ്റെ ശരീരം അടിച്ചു കീറപ്പെട്ടതും ആ ക്രൂശിന്മേൽ കിടക്കുന്ന കാഴ്ചയും ആണിപ്പാടുകളും എല്ലാം പറയുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോൾ ഇപ്പോഴും അവൻ ആ ക്രൂശി കിടക്കുകയാണെന്ന്. അതുപോലെ പറയുന്നത് ദാരുണമായിട്ട് അടികളേറ്റ് ചോരയൊലിക്കുന്ന ഒരു ശരീരം അവിടെ കിടക്കുന്നു, അർദ്ധനഗ്നമായ ഒരു ശരീരം കിടക്കുന്നു, ഒരു അവശത അനുഭവിക്കുന്ന ഒരാൾ. ശരിയാണ്, അവൻ അങ്ങനെ ആയതാ. പക്ഷെ ഇപ്പോൾ അവൻ എങ്ങനെയാ? ഇപ്പോൾ അവൻ നിൽക്കുന്നത് കാൽവറിയിലല്ല. ഇപ്പോൾ അവനെ നാം കാണുന്നത് ഈ മഹത്വപൂർണമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഞാൻ വായിച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസകരമായ അത്രയ്ക്കും വലിയ പ്രഭാവത്തിൽ അവനെ കാണുകയാണ്. അവൻ അത്യുന്നതനായി മഹാശക്തിയോടെ പ്രകാശപൂർണനായി നിൽക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. ആ കാഴ്ച യോഹന്നാനെ എങ്ങനെ സ്വാധീനിച്ചെന്നാണ് 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നുള്ളതാണ്. നെഞ്ചോട് ചാരിയിരുന്ന യോഹന്നാൻ യേശു കർത്താവിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച കണ്ടിട്ട് മരിച്ചവനെ പോലെ വീണു. ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ യോഹന്നാൻ മരിച്ചവനെ പോലെയാണ് വീണു. നമ്മളാണെങ്കിൽ മരിച്ചു വീണേനെ. കാരണം അത്രയ്ക്കും ദീപ്തമായ ഒരു കാഴ്ചയാണ്. അത് കണ്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ആ അതിഭയങ്കരമായ കാഴ്ച, അത്രയ്ക്കും ശ്രേഷ്ഠമായ കാഴ്ച. പക്ഷേ ആ 17-ാം വാക്യം നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ സ്വർഗത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ കാഴ്ചയാണ്. അവിടെ നിന്നാണ് ആ മഹാനാദം വന്നത്. അവൻ വസിക്കുന്നത് ഈ തേജസ്സിൽ സ്വർഗത്തിലാണ്. പക്ഷേ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ നിന്ന് ഒരു കൈ വന്നു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിലാണ്. യോഹന്നാൻ കണ്ട കാഴ്ചയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല.
ആ കാലത്തിന് മാറ്റമുണ്ടായിട്ടില്ല. ദൈവപുത്രൻ വന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവ് ഇപ്പോഴും സ്വർഗത്തിലാണ്. അവൻ്റെ പ്രഭാവത്തിന് മാറ്റമുണ്ടായിട്ടില്ല. അവൻ്റെ തേജസ്സിന് മാറ്റമുണ്ടായിട്ടില്ല. അവൻ ഇപ്പോഴും ആ നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെയാണ് നിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുന്നത്. അവൻ്റെ തലമുടി ഇപ്പോഴും വെളുത്തതാണ്. അവൻ്റെ മാറിൽ ഇപ്പോഴും ആ പൊൻകച്ചയുണ്ട്. അവൻ്റെ കാലുകൾ ഇപ്പോഴും ഉലയിൽ ചുട്ടുപഴിപ്പിച്ച താമരം പോലെയാണ്. അവൻ്റെ ശബ്ദത്തിൻ്റെ ശക്തിക്ക് കുറവ് വന്നിട്ടില്ല. വലിയ വെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്. അവൻ സ്വർഗത്തിലാണ്. പക്ഷേ ഈജിയൻ കടലിൻ്റെ നടുവിൽ കഴിയുന്ന യോഹന്നാന്റെ മേൽ വയ്ക്കുവാൻ അവന് കൈകളുണ്ട്. ആ കൈ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വരുന്ന കൈകളാണ്. അവൻ സ്വർഗസ്ഥിതനാണെങ്കിലും ഭൂമിയിൽ വസിക്കുന്ന യോഹന്നാനെ ആശ്വസിപ്പിക്കുവാൻ, തലോടുവാൻ ആ കൈകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അത്ഭുതകരമല്ലേ? ഇന്ന് രാത്രിയിൽ നമുക്ക് ഇവിടെ ആശ്വാസകരമായ ഒരു ചിന്ത കൂടെയുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലെങ്കിലും ഞാൻ ഇത് ഒരു വചന പഠനം, ഒരു ധ്യാനം കൂടെ ആയതുകൊണ്ട് ഒന്ന് ചേർത്ത് പറയുകയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ പ്രയാസങ്ങളിലേക്ക് പോകാം, മാനസികമായിട്ട് വേദനിക്കപ്പെട്ടേക്കാം, സഹായത്തിന് ആരുമില്ല എന്ന് തോന്നിയേക്കാം, പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൂട്ടു സഹോദരനുമില്ല, ഏകാന്തത അനുഭവിച്ചേക്കാം, ഒറ്റപ്പെടലുണ്ടായേക്കാം, നിരാശ വരാം, സങ്കടം വരാം, രോഗം വരാം. അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് തോന്നാം. നിലവിളിക്കുമ്പോൾ കേൾക്കാൻ ആളില്ല എന്ന് വന്നേക്കാം. തിരമാലകൾ മാത്രമേ ഉള്ളല്ലോ എന്ന് തോന്നിയേക്കാം. മനോഭാരമുണ്ടായേക്കാം. അവൻ സ്വർഗത്തിലാണെങ്കിലും നമ്മുടെ നിലവിളിയുടെ മുൻപാകെ മുറിവേൽപ്പിക്കപ്പെട്ടതെങ്കിലും തേജസ്കരിക്കപ്പെട്ട ആ കരങ്ങൾ താണുവരും എന്നുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം. ആ വലങ്കൈ അവൻ നമ്മുടെ മേൽ വയ്ക്കും. ആ മുറിവേറ്റ കരങ്ങൾ ഇന്ന് രാത്രി തേജസ്സുള്ള കരങ്ങളാണ്. 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചിരിക്കുന്ന അവൻ ആ നക്ഷത്രങ്ങളോടുകൂടെ ഞാൻ വിചാരിക്കുന്നത് യോഹന്നാന്റെ ബലഹീനമായ ശരീരത്തിൽ സ്പർശിക്കുകയാണ്. ഇത് തന്നെയാണ് അവൻ ഇന്ന് രാത്രിയും ചെയ്യുന്നത്. നമ്മുടെ സങ്കടങ്ങളുടെ നടുവിലേക്ക് ആ മഹാദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ പതിപ്പിക്കുവാൻ അവൻ ശ്രദ്ധിക്കുന്നു. അത് കഴിയുന്നത് അവൻ സർവശക്തനായതുകൊണ്ടാണ്. അവൻ സ്വർഗത്തിലുണ്ട്, അപ്പോൾ തന്നെ ഭൂമിയിലേക്കും അവൻ്റെ കരങ്ങൾ വരുന്നു, അവൻ്റെ സാന്നിധ്യം വരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നാം വായിക്കുന്ന 2-3 അധ്യായങ്ങൾ സഭകൾക്കുള്ള ദൂതുകളാണ്. 7 സഭകൾക്ക് വ്യത്യസ്തമായ 7 ദൂതുകൾ നൽകുകയാണ്. അതിൽ ഒടുവിലത്തെ ദൂത് ലവോദിക്ക സഭയ്ക്കാണ്. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ നാം അത് വായിച്ചു വരുന്നു. ആ 14-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നാം കാണുന്ന ഒരു കാഴ്ച, അത് വാസ്തവത്തിൽ സഭയാണോ എന്ന് പറയാൻ പോലും കഴിയാതെ വണ്ണം പരാജയപ്പെട്ട ഒരു നിലയിലാണ്. കാരണം 20-ാം വാക്യത്തിൽ പറയുന്നത് ഇത് സുവിശേഷ ദൂതായിട്ട് പറയേണ്ടതല്ല, സഭയോട് പറയുന്ന ഒരു വാക്കാണ്. ലവോദിക്ക സഭയോട് പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതായത് ദൈവസഭയിൽ ആരെങ്കിലും അവൻ്റെ ഹൃദയമാകുന്ന വാതിൽ തുറന്നാൽ അവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവനോടുകൂടെ അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും എന്ന് പറയത്തക്കവണ്ണം കർത്താവ് സഭയ്ക്ക് വെളിയിലായ ഒരു കാലഘട്ടം. ഞാനതിനെക്കുറിച്ച് അപ്പുറമായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ അത് പറയുമ്പോൾ ആരെല്ലാം വാതിൽ തുറക്കുമോ അവരുടെ എല്ലാം അടുക്കിലേക്ക് അവൻ ചെല്ലുന്നവനാണ്. ലവോദിക്കയിലേക്ക് അവൻ ചെല്ലും, എഫേസോസിൽ അവൻ ചെല്ലും, ഫിലദൽഫിയയിൽ അവൻ ചെല്ലും, സ്മുർന്നയിൽ അവൻ ചെല്ലും. ലോകത്തിലെ ഏത് സഭയിൽ ഏത് വിശ്വാസിയാണോ ഹൃദയവാതിൽ തുറക്കുന്നത് അവൻ്റെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുവാൻ ഇടയായിത്തീരും. അതും അവൻ്റെ സർവ്വവ്യാപകത്വത്തിൻ്റെ മനോഹരമായ തെളിവാണ്. അവൻ സർവ്വവ്യാപിയായ കർത്താവാണ്. അപ്പോൾ ഈ വേദപുസ്തകത്തിൻ്റെ ഒടുവിൽ തന്നെ നാം കാണുന്ന കാഴ്ചയിലും അത്യുന്നതനാണെങ്കിലും അവൻ ഭൂമിയിലും ദൈവജനത്തോടുകൂടെ വസിക്കുന്നു. അവൻ സ്വർഗത്തിലാണെങ്കിലും ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ സാന്നിധ്യം തന്നുകൊണ്ട് അവൻ ജീവിക്കുന്നു. അവൻ സ്വർഗത്തിലിരിക്കുന്നവനാണെങ്കിലും സർവ്വവ്യാപിയായ ദൈവമാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 4-ാമത്, ഇപ്പോൾ 3 കാര്യങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്. ഇനി അവൻ്റെ ധാർമ്മികമായ ഗുണവിശേഷങ്ങളിലേക്ക് നാം വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ വൈശിഷ്ട്യമെന്ന് പറയുന്നത്
അവൻ വിശുദ്ധനായ കർത്താവാണ്. വിശുദ്ധി, അവൻ വിശുദ്ധനാണ്. ഒരുപാട് വേദവാക്യങ്ങൾ വായിക്കേണ്ടതാണ്, എന്നാൽ ഞാൻ ചില വാക്യങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം നാം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത് ഒരുപക്ഷെ വേദപുസ്തകത്തിലേക്കും പ്രധാനപ്പെട്ട അധ്യായമാണ്. ഇതുപോലെ ആശയങ്ങൾ നിറഞ്ഞ വേറെ ഒരധ്യായവും വേദപുസ്തകത്തിൽ ഇല്ലെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. ആ അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യം, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണം പരാജയപ്പെട്ട സ്ഥലത്ത് ദൈവം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ വാക്യം പറയുകയാണ്, ദൈവം തൻ്റെ പുത്രനെ, അതായത് യേശുക്രിസ്തുവിനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ, പാപജഡത്തിൽ അയച്ചില്ല. പാപജഡം നമ്മുടെ ശരീരമാണ്. അവൻ വന്നത് നമ്മുടെ ശരീരത്തിന് തുല്യമായ ഒരു ശരീരത്തിലല്ല, എന്നാൽ ഈ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു മനുഷ്യനായി അവൻ വന്നു. നമ്മുടെ ശരീരത്തിൻ്റെ, പാപജഡത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ. രണ്ടാമത്, അവൻ എന്തിനാണ് അങ്ങനെ വെളിപ്പെട്ടത്? പാപം നിമിത്തമാണ്. അതായത് പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടതിന്, പാപവിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതിന് പാപം നിമിത്തം അയച്ചു. അപ്പോൾ ക്രിസ്തു വന്നത് പാപജഡത്തിലല്ല, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ, നമ്മുടെ ശരീരത്തെ പോലെയുള്ള ഒരു ശരീരത്തിൽ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ അയക്കപ്പെട്ടു. എങ്ങനെയാണ് പരിഹാരം വരുത്തിയത്? ആ വാക്യത്തിൻ്റെ അടുത്ത വാക്ക് പറയുകയാണ്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പാപജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് എഴുതിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ ശരീരം പാപജഡമല്ല. എന്നാൽ അവൻ വന്നപ്പോൾ അവൻ്റെ ശരീരത്തിൽ, ജഡത്തിൽ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ, പാപമില്ലാത്ത ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നാണ്. ആ വാക്യം ഇതിനപ്പുറം പറയേണ്ടതാണ്, പക്ഷേ ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ ദൈവം അയച്ചത് നമ്മുടെ ശരീരത്തിന് തുല്യമായ ഒരു ശരീരത്തിൽ, അതുപോലെ തോന്നുന്ന ഒരു ശരീരത്തിൽ, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചത് പാപത്തെ പരിഹരിക്കേണ്ടതിന് വേണ്ടി. പാപം നിമിത്തം അവൻ അയക്കപ്പെട്ടു. മൂന്നാമത്, നമ്മുടെ പാപത്തിന് അവൻ്റെ ശരീരത്തിൽ, അത് പാപജഡമല്ല, അവൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിക്കുവാൻ ഇടയായിത്തീരും. തിരുമേനി എന്നവനെക്കുറിച്ച് പറയാം. കാരണം മത്തായി സുവിശേഷം 5-ാം അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് ഗിരിപ്രഭാഷണം തുടങ്ങുമ്പോൾ നാം വായിക്കുന്നത്, അവൻ തിരുവായി മൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ടാണ് അവൻ തിരുവായി മൊഴിയുന്നത്. അവനാണ് തിരുമേനി എന്ന് പറയുന്നത്. സ്വർഗീയ ശരീരമാണ് അവനുള്ളത്. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനായതുകൊണ്ടാണ് ആ പേര് അവനുണ്ടായത്. അവൻ തിരുമേനിയാണ്. അവൻ സംസാരിക്കുന്ന തിരുവായി മൊഴിയുകയാണ്. അപ്പോൾ ആ ജഡത്തിൽ, സ്വർഗീയ ശരീരത്തിൽ അവൻ നമ്മുടെ ശിക്ഷ വഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ യേശു കർത്താവിൻ്റെ അമ്മ മറിയുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്ക് ലൂക്കോസ് 1:35. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്നാണ്. അതായത് ജനിക്കാൻ പോകുന്ന കൊച്ച് വിശുദ്ധ പ്രജയാണ്. മനുഷ്യമക്കളെക്കുറിച്ച് ദാവീദ് പറയുന്നുണ്ട് 51-ാം സങ്കീർത്തനത്തിൽ, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എല്ലാവരും അങ്ങനെയാണ്. ആദാമ്യ സന്തതിയിൽ എല്ലാവരും ജനിക്കുന്നത് അങ്ങനെയാണ്, പാപത്തിലാണ് ജനിക്കുന്നത്. പക്ഷേ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്കോസ് 1:35 ദൂതൻ പറയുന്ന വാക്ക്, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, ജനനത്തിലെ അവൻ വിശുദ്ധനാണ്. ഇനി ഞാൻ 2-3 വാക്യങ്ങൾ എടുത്തു പറഞ്ഞു പോകാം. പെന്തക്കോസ്ത് നാളിൽ, അതായത് സഭയുടെ പ്രാരംഭ ദിവസം, അന്നാണ് സഭ ആരംഭിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം.
അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഒരു ഉദ്ധരണി അവിടെ പത്രോസ് നടത്തുകയാണ്. നിന്റെ പരിശുദ്ധ ദാസനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. 16-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഉദ്ധരണിയാണത്. പ്രവൃത്തി 2:27 നിന്റെ പരിശുദ്ധ ദാസനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ദ്രവത്വം കണ്ടില്ല, അവൻ ദ്രവിച്ചില്ല, ദ്രവിക്കാൻ കഴിയുകയില്ല. ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധ ദാസൻ. ദാസൻ എന്ന് പറയുന്നത് അടിമ എന്നുള്ള അർത്ഥത്തിനേക്കാൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്ന ആൾ എന്ന നിലയിലാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുകയാണ്. പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അവരോട് പറയുന്നൊരു വാക്ക്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കുലപാതകനായവനെ ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അവൻ പരിശുദ്ധനും നീതിമാനുമാണ്. കൊന്ന ആളുകളുടെ മുഖത്ത് നോക്കിയാണ് ഈ പറയുന്നത്. യഹൂദന്മാർ കൊന്നു, അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ കൊന്ന ആരെയാണെന്ന് അറിയാമോ? പരിശുദ്ധനായ ദൈവപുത്രനെയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികൾ എല്ലാവരും കൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം, ഇനി പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്ത് വിട്ടപ്പോൾ അവർ ദൈവമുൻപാകെ കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടിടയായി. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 27-30 വാക്യങ്ങളിൽ ആ പ്രയോഗം നാം വായിക്കുന്നുണ്ട്. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിൻ്റെ പരിശുദ്ധദാസൻ. അവർ പറയാ, ഈ സ്ഥിതി നിനക്കറിയാമല്ലോ ദൈവമേ, നിനക്കെതിരായിട്ട് ജനം നിൽക്കുകയാണ്, അധികാരികൾ നിൽക്കുകയാണ്, നീ അഭിഷേകം ചെയ്തവനാണവൻ, യേശു എന്ന നിൻ്റെ പരിശുദ്ധ ദാസൻ എന്നവനെക്കുറിച്ച് പറയുകയാണ്. ഇനി ഞാൻ 2 പ്രധാനപ്പെട്ട വാക്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ, ഒത്തിരി വിശദീകരിക്കുന്നില്ല. എബ്രായ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായം 26-ാം വാക്യം വിശ്വാസികൾക്ക് നല്ല പരിചയമുള്ള ഒരു വാക്യമാണത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. അതിൻ്റെ അർത്ഥം, എങ്ങനെയുള്ള പുരോഹിതനാണോ വേണ്ടത് അങ്ങനെയുള്ളവൻ. നമുക്കാവശ്യമായ മഹാപുരോഹിതൻ ആരാണോ അങ്ങനെയുള്ള മഹാപുരോഹിതൻ. എന്താണ് അവൻ്റെ പ്രത്യേകത? അവിടെ വായിച്ചത്, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇതിലെ ആദ്യത്തെ 3 പ്രയോഗങ്ങൾ അർത്ഥവ്യത്യാസം വരുന്നതാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ എന്ന് പറയുന്നതിന് അർത്ഥവ്യത്യാസമുണ്ട്. എന്നാൽ 3 കൂടെ ചേർത്ത് ഞാൻ പറയാം, അത് അവൻ്റെ ആഴമായ വിശുദ്ധിയെ കാണിക്കുകയാണ്. കുറ്റമില്ലായ്മ അവിടെ വരുന്നുണ്ട്, മനുഷ്യനോട് ദോഷം ചെയ്യുന്നില്ല എന്ന് വരുന്നുണ്ട്, മാലിന്യം അവനിൽ കലരുവാൻ സാധ്യതയില്ല എന്ന് വരുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാനതിൽ അങ്ങനെ പറയാൻ പോയാൽ നമ്മുടെ സമയത്ത് നിർത്താൻ പറ്റുകയില്ല. ആ 3 വാക്കുകൾ പറയുന്നത് അവൻ്റെ അഗാധമായ വിശുദ്ധിയെക്കുറിച്ചാണ്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ എന്നുള്ള വാക്ക്. എന്ന് 4-ാമത് പറയുന്നത് പാപികളോട് വേർവിട്ടവൻ, അല്ലെങ്കിൽ പാപികളോട് വേർപെട്ടവൻ എന്ന ആ പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ അവൻ പാപികളുടെ സ്നേഹിതനായിട്ട് അറിയപ്പെട്ടവനാണ്. ആളുകൾ പറഞ്ഞു, ഇവനെന്തൊരാളാ, ആ വീട്ടിൽ പോയി എന്തിനാ, ആ പരീക്ഷനെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അവരോടുകൂടെ, പാപികളോടുകൂടെ തിന്നുകുടിച്ചു. നമ്മൾ വായിക്കുന്ന ആളുകൾ പറഞ്ഞു, തിന്നിയും കുടിയനുമായ മനുഷ്യൻ എന്നവനെക്കുറിച്ച് പറഞ്ഞു. അവൻ പാപികളോടുകൂടെ സഞ്ചരിച്ചു. ഒരിക്കൽ മഗ്ദലന മറിയം അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന വാക്ക്, ഇവളെ അറിയാൻ പാടില്ലേ, ഈ പരിശുദ്ധന് എങ്ങനെ ഇവളുടെ സ്പർശനം സഹിക്കാനായിട്ട് കഴിയും? പക്ഷെ അവൻ പാപികളുടെ സ്നേഹിതനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ ഇടയായിത്തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് നാം വായിക്കുന്നത് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അധർമ്മികളോടുകൂടെ എണ്ണപ്പെട്ടു എന്നാണ്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അധർമ്മികളോടുകൂടെ, അത് 2 നിലയ്ക്കുണ്ട്. ഒന്ന്, വാൾ കരുതി എന്ന് പറയുന്നതിൽ ആ അർത്ഥമുണ്ട്.
ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ മരിക്കുമ്പോൾ ആ അർത്ഥം വരുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് പറയാം, അവൻ മരിച്ചപ്പോൾ അധർമ്മികളോടുകൂടെ എണ്ണപ്പെട്ടവനാണ്. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന വാക്ക് ശ്രദ്ധിക്കണമേ. പുനരുത്ഥാനം നടന്നു. മരണം കഴിഞ്ഞ് പുനരുത്ഥാനം നടന്നു. അത് കഴിഞ്ഞ് സ്വർഗാരോഹണം ഉണ്ടായി. അവൻ സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പാപികളുടെ ഒരു ദോഷവും ഏൽക്കാതെ വണ്ണം അവൻ അതിന് അതീതമായ ഒരു മണ്ഡലത്തിലേക്ക് കടന്നു. ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചപ്പോൾ പാപികളായ മനുഷ്യർക്ക് അവരെ തൊടാമായിരുന്നു, അവൻ്റെ കാലിൽ പിടിക്കാമായിരുന്നു, അവനുമായിട്ട് സംസാരിക്കാമായിരുന്നു, ഒരുമിച്ച് ആഹാരം കഴിക്കാമായിരുന്നു. എല്ലാം അവർ ചെയ്തു. അവന് നിന്നു കൊടുത്തു. ക്രൂശിലെ മരണം വരെ അങ്ങനെയാണ്. പവിത്രനും നിർദോഷനും നിർമ്മലുമായിരിക്കുമ്പോൾ തന്നെ അവൻ പാപികളോടുകൂടെ സഞ്ചരിച്ച് ഉണ്ട് ഉറങ്ങി ജീവിക്കാനായിട്ടിട വന്നു. എന്നാൽ മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പുണ്ടായി സ്വർഗാരോഹണവും കഴിഞ്ഞതോടുകൂടെ ഇനി പാപികൾക്ക് അവനെ അങ്ങനെ സ്പർശിക്കുവാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു. അവൻ അവരുടെ സ്പർശനത്തിന് അതീതനായിത്തീർന്നു. അതിൻ്റെ അർത്ഥം പാപിക്ക് രക്ഷയ്ക്കായി സമീപിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളങ്ങനെയാണ് ചെയ്തത്. എന്നാൽ അവർക്ക് ഇനി അവനെ അങ്ങനെ തൊടാൻ കഴിയാതെ വണ്ണം അവൻ അതിന് അതീതനായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ പാപികളോട് അവൻ വേർപെട്ടു. 5-ാമത്തെ വാക്ക്, ദേവദാസന്മാർ തന്നെ പലരും ആ വാക്ക് പറയുമ്പോൾ അതിൻ്റെ ആ പദങ്ങൾ ചിലപ്പോൾ സൂക്ഷ്മമായി നോക്കാതെ പറഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്വർഗത്തേക്കാൾ ഉന്നതൻ എന്നല്ല പറഞ്ഞത്, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ എന്നാണ്. അവൻ ഇന്ന് സ്വർഗത്തേക്കാൾ ഉന്നതനാണ്. പക്ഷെ ഇപ്പോൾ അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നിരിക്കുന്നു എന്നവനെക്കുറിച്ച് പറയുകയാണ്. ഞാൻ 1-2 വാക്യങ്ങൾ ചേർത്ത് പറയാം. പത്രോസിൻ്റെ 1-ാം ലേഖനം നാം വായിച്ചാൽ, ആ വാക്യം ഞാൻ എടുപ്പിക്കുന്നില്ല, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും. നമ്മുടെ കർത്താവ് കഷ്ടാനുഭവങ്ങൾ നിറഞ്ഞവനായിട്ട് മരിക്കണം. ആ മരണത്തിൻ്റെ ശേഷം വരുന്ന ഒരു മഹിമയുണ്ട്, ഒരു മഹത്വമുണ്ട്. മരണത്തിൻ്റെ പിന്നാലെ വരുന്ന ഒരു മഹിമ, പിൻവരുന്ന മഹിമ. പ്രവാചകന്മാരത് പറഞ്ഞെന്നാണ് പത്രോസ് പറയുന്നത്. ചിരപരിചിതമായ മറ്റൊരു വാക്യമാണ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഫിലിപ്പിയർ 2:9. അവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ താഴേക്കുള്ള അവരോഹണത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞ് വന്നിട്ട് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആ ഏറ്റവും അടിത്തലത്തിൽ വന്ന് നിന്നിട്ട് പിന്നെ ഉയരുകയാണ്. 9-ാം വാക്യം തുടങ്ങുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്നാണ്. ഏതുകൊണ്ട്? സ്വർഗത്തിൽ നിന്ന് ക്രൂശിലെ മരണത്തോളം താണു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ഉയർത്തുവാൻ തുടങ്ങി. ആ പ്രയോഗങ്ങളൊക്കെ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു എന്തോരം അർത്ഥമുള്ളതാണ്. അവൻ താഴേക്ക് വന്നത് സ്വയമായിട്ടാണ്. തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു. അവൻ സ്വയമായിട്ട് വന്നതാണ്, മരിച്ചു. പിന്നെ ഉയർന്നപ്പോൾ തന്നെ ഉയർന്നതല്ല, ഉയർത്തിയത് ദൈവമാണ്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. താണത് സ്വയമായിട്ടാണ്, പക്ഷെ ഉയർത്തിയത് ദൈവമാണ്. എന്തുകൊണ്ടാണ് ഉയർത്തിയത്? താഴേക്ക് വന്ന് മരണം അനുഭവിച്ചതുകൊണ്ട്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകിയിരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശുക്രിസ്തു കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിനക്കിഷ്ടമില്ലെങ്കിലും യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയേണ്ടി വരും. ഒരുപക്ഷെ ഇപ്പോൾ വേണ്ട, അത് പറയാനുള്ള അവസരം ഉണ്ടാകും. പക്ഷെ അതിന് പ്രയോജനമില്ല. കാരണം എന്താ?
കാരണമെന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുന്നത് യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ വരുവാൻ പോകുന്ന ന്യായവിധിയിൽ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിലേക്ക് പാപിയെ കൊണ്ടുവരുമ്പോൾ അവൻ പറയും, യേശു ക്രിസ്തു എൻ്റെ കർത്താവെന്ന് പറയാൻ അവന് കഴിയുകയില്ല, അവന് രക്ഷയില്ല. പക്ഷെ പറയേണ്ടി വരും, യേശു ക്രിസ്തു കർത്താവ് എന്നവൻ പറയണം. അങ്ങനെ പറയാതെ പോകാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. പക്ഷെ ഇവിടെ വെച്ച് പറഞ്ഞാൽ അവന് രക്ഷിക്കപ്പെടാം. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ പറഞ്ഞാൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ, പറഞ്ഞിട്ട് നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫിലിപ്പ് ലേഖനത്തിലെ ആ വാക്ക് പറയുന്നത്, മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട് ഏറ്റവും ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, എബ്രായ 2:9 നാം വായിക്കുന്നതും ഇതിന് തുല്യമായിരിക്കുന്ന ഒരു വാക്കാണ്. എബ്രായ 2:9 അവിടെ വായിക്കുന്നത്, അങ്ങനെ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്നുള്ളതാണ്. ദൂതന്മാരെക്കാൾ താണ് മരിച്ചതുകൊണ്ട്, താഴേക്കിറങ്ങി വന്നതുകൊണ്ട്, അവൻ മരിച്ചതുകൊണ്ട് ഇന്ന് നാം കാണുന്ന മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വിഷയം എന്താണ്? സ്വർഗത്തേക്കാൾ ഉന്നതൻ എന്നല്ല പറഞ്ഞത്, അവൻ മരണം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തേക്കാൾ ഉന്നതനായി അവൻ തീർന്നിരിക്കുന്നു. ഓ ദൈവത്തിൻ്റെ സ്തോത്രം! എത്ര മനോഹരമായിട്ടാണ് ദൈവാത്മാവ് ആ വാക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ്റെ വിശുദ്ധിയോട് ചേർത്താണ് പറഞ്ഞത്. അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, മരണം കഴിഞ്ഞപ്പോൾ പാപികളോട് വേർവിട്ടവൻ. എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വർഗത്തേക്കാൾ ഉന്നതനല്ല, അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനാണ്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റവും ആകർഷിക്കുന്ന, അവൻ്റെ മഹിമയുടെ മുൻപാകെ തലമണക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വാക്യമാണത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി ഇന്ന് രാത്രിയും ജീവിക്കുന്ന കർത്താവാണ്. ഇനി ലേഖനത്തിൻ്റെ തന്നെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വാക്യവും എന്തോരം പരിചയമുള്ള വാക്യമാണ്. അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും അറിയാം. 15-ാം വാക്യം നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവ് നമ്മളോട് സഹതപിക്കുന്നവനാണ്. 16-ാം വാക്യത്തിൽ പറയുന്നത് സഹതാപം മാത്രമല്ല, സഹായിക്കുന്നവനും ആണ്. നമുക്ക് സഹതാപം തോന്നും, പക്ഷെ സഹായിപ്പാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഇന്നലെയൊക്കെ പേപ്പറിൽ വന്ന വാർത്തയാണ്, വടക്കൻ കേരളത്തിൽ 5 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. സ്കൂളിൽ കൊണ്ടുവന്ന 5 പെട്ടികളും കൂടെ ഒരുമിച്ച് നിരത്തിയിരിക്കുന്ന കാഴ്ച. നമുക്കും കരച്ചിൽ വരും, സഹതാപം തോന്നും, പക്ഷെ സഹായിപ്പാനായിട്ട് കഴിയുകയില്ല. പക്ഷേ നമ്മുടെ കർത്താവ് സഹായിപ്പാൻ കഴിവുള്ളവനും കൂടെയാണ്. അതാണ് 16-ാം വാക്യത്തിൽ പറയുന്ന വാക്ക്. എന്ന് ഞാൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പുരോഹിതൻ്റെ പ്രത്യേകത, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരാണ്. അവനിൽ പാപമില്ല, ബാക്കി എല്ലാറ്റിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അവിടെ പരീക്ഷിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടു എന്നുള്ള ആശയമല്ല. അത് പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. പാപം ചെയ്യാൻ അവൻ പ്രേരിപ്പിക്കപ്പെട്ടു, ഇല്ലില്ല, അങ്ങനെയല്ല ആ വാക്ക് പറയുന്നത്. അവൻ പരിശോധിക്കപ്പെട്ടു എന്നുള്ള ആശയത്തിലാണ്. പാപം ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ അവൻ വളരെ സൂക്ഷ്മമായിട്ട് നിലനിന്നു. അങ്ങനല്ല. നമ്മുടെ കർത്താവിൻ്റെ ശരീരം തന്നെ വിശുദ്ധമായ ശരീരമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എം ഇ ചെറിയാൻ സാറ് പറയാറുണ്ടായിരുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ കർത്താവ് അവനൊരു ക്രിസ്ത്യാനിയൊന്നും അല്ലായിരുന്നു. കേൾക്കുമ്പോൾ തോന്നും വേറെ ഒരു മതസ്ഥനാണെന്ന് തോന്നിപ്പോകും. നമ്മുടെ കർത്താവ് ക്രിസ്ത്യാനിയൊന്നും അല്ലായിരുന്നു. പിന്നെ താൻ പറയും അവനൊരു രക്ഷിക്കപ്പെട്ട ആൾ പോലും അല്ലായിരുന്നു. ശരിയല്ലേ? നമ്മുടെ കർത്താവ് രക്ഷിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അവന് രക്ഷ ആവശ്യമില്ല. അവൻ ക്രിസ്ത്യാനിയല്ല, അവനെയാണ് അനുഗമിക്കുന്നത്. അവൻ രക്ഷകനാണ്, അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. ശരിയാണ്. പാപമൊഴികെ, പാപമൊന്നില്ല, ബാക്കി എല്ലാറ്റിലും അവന് വിശപ്പുണ്ടായിട്ടുണ്ട്, അവന് ദാഹമുണ്ടായിട്ടുണ്ട്, അവന് ഉറക്കമുണ്ടായിട്ടുണ്ട്. നാം അത് ചിന്തിച്ചതാണ്. അവനതെല്ലാം ഉണ്ടായ ആളാണ്, അല്ലേ? നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ കന്യകാജനത്തെക്കുറിച്ച് പഠിപ്പിച്ച ക്ലാസ്സിൽ, പറഞ്ഞ ക്ലാസ്സിൽ
അവൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോയത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ മുഴുവനായിട്ട് വിട്ടുകളഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പാപമൊഴികെ അവൻ നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട്. ആന്തരിക പ്രേരണ അവനുണ്ടാകില്ല. കാരണം അവൻ്റെ ശരീരം വിശുദ്ധമായ ശരീരമായതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പോലെ പാപം ചെയ്യാനുള്ള ഒരു പ്രേരണയും അതിൽ നിന്നുള്ള ഒരു വിടുതലും ഇല്ല. അതിനങ്ങനെ ഒരാവശ്യം വരികയില്ല. എന്നാൽ അവൻ പരിശോധിക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ പരസ്യവേല ആരംഭിക്കുന്ന കാലത്ത് മരുഭൂമിയിലേക്ക് അവനെ നയിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്, അവന് വിശന്നു കഴിഞ്ഞപ്പോൾ പിശാച് അവനെ പരീക്ഷിക്കാനായിട്ട് വന്നു. അവന് വിശപ്പാണ്. ആദ്യം തന്നെ ആ വിശപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പിശാച് അടുത്ത് വരുന്നത്. അപ്പം വേണ്ടേ? അപ്പം ഉണ്ടാക്കാമല്ലോ, അല്ലേ? പിന്നെ മെശിഹയാണെന്ന് തെളിയിക്കാൻ അന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് മെശിഹ വരുമ്പോൾ അവൻ നേരെ ദൈവാലയത്തിൻ്റെ ആ ഏറ്റവും മുകളിലെ ഭാഗത്തേക്ക്, ആ താഴികക്കുടത്തിൻ്റെ ഭാഗത്തേക്ക് അവൻ കയറും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എല്ലാവരും കാണുക അവൻ താഴേക്ക് ചാടും. പക്ഷെ ഒരു കേടും പറ്റുകയില്ല. സേഫ് ലാൻഡിങ് ആയിരിക്കും. സുരക്ഷിതമായിട്ട് അവൻ താഴെ വരും. അപ്പം ആളുകൾക്ക് മനസ്സിലാകും, ഇതാണ് മെശിഹ. അങ്ങനെ വരുമെന്നാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് പിശാച് പറയുന്നത്, നീ മോളിൽ ചെന്നിട്ട് താഴോട്ട് ചാടിക്കൊള്ളുക. പിന്നെ നാം വായിക്കുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവിനെ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് നൊടിനേരം കൊണ്ട് അവന് ലോകത്തിൻ്റെ സകല മഹത്വവും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവനും നിനക്ക് തരാം. ഉടമസ്ഥനോട് സാത്താൻ പറയുക, എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് ഞാനങ്ങ് തന്നേക്കാം. ഇതിൻ്റെ മുഴുവനും ഉടമസ്ഥനോട് പറയുന്ന വാക്കാണ്. അവിടെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള വേറൊരു ചിന്തയുണ്ട്. അത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഞാനൊരു വാക്ക് ഓർത്തുകൊണ്ട് പറയുകയാണ്. ഈ ലോകത്തിൻ്റെ സകല മഹത്വത്തെയും പിശാചിനെ കാണിക്കാൻ വേണ്ടി വന്നത് കൈഞ്ഞൊടിക്കുന്ന നേരമാണ്. നിമിഷ നേരം കൊണ്ട് ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിപ്പാൻ കഴിഞ്ഞു. നിമിഷാർത്ഥം കൊണ്ട് കഴിഞ്ഞു. എന്നാൽ മഹാദൈവത്തിന് അവൻ്റെ മഹത്വത്തെയും നമുക്ക് വേണ്ടിയുള്ള കൃപയുടെ ധനത്തെയും കാണിക്കുവാൻ വരാൻ പോകുന്ന നിത്യയുഗങ്ങൾ മുഴുവനും വേണ്ടിവരും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ലോകത്തിൻ്റെ സകല പ്രൗഢിയും സകല മഹത്വവും രാജ്യങ്ങളിലെ സകല ശ്രേയസ്സും കാണിക്കാൻ പിശാചിന് വേണ്ടി വന്നത് ഒരു കൈഞ്ഞൊടിക്കുന്ന നേരമാണെങ്കിൽ, ദൈവജനത്തിന് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന തീരാത്ത മഹത്വത്തെ കാണിക്കുവാൻ അനന്തമായ നിത്യത മുഴുവൻ വേണ്ടി വരും. അപ്പം എന്താണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്ന കാര്യം അമ്പരപ്പോടെ ഓർക്കാൻ നമുക്കിടയാകുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കർത്താവിനെ പിശാച് പരീക്ഷിച്ചു, പക്ഷേ അവൻ വിധേയനായി തീർന്നില്ല. കാൽവറിയിൽ കർത്താവ് മരിക്കുന്ന സമയത്ത് നാട്ടുകാർ കടന്നു പോകുന്നവർ പറഞ്ഞ വാക്കറിയാം, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അവൻ വന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇറങ്ങി വരാം എന്ന് വേണമെങ്കിൽ തോന്നി. മനുഷ്യനാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞാൽ ഞാൻ വരികയാണ് എന്ന് പറയാം. പക്ഷെ അവൻ വന്നില്ല. വില്യം ബൂത്ത് എന്ന ദൈവദാസൻ, സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് ഒരിക്കൽ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, യേശു കർത്താവേ, ഞാൻ നിൻ്റെ മുൻപാകെ നമിക്കുകയാണ്. അവർ നിന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് നീ വരാത്തത് കൊണ്ട് സ്തോത്രം. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ ഒരു കാലത്ത് രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. വില്യം ബൂത്തിൻ്റെ വാക്കാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവനൊരിക്കലും പാപം ചെയ്തില്ല. പാപം ചെയ്യുവാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് പാപലേശം ഇല്ലാത്ത മനുഷ്യത്വം ആണ്. ഞാനിവിടെ നിർത്തുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ 3 പ്രത്യക്ഷതകളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഒടുവിലത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. 26-ാം വാക്യത്തിൽ ഭൂമിയിൽ അവൻ വന്നതിനെക്കുറിച്ച് പറഞ്ഞു. 26-ൻ്റെ ഒടുവിലത്തെ വാചകം പറയുന്നത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അത് ഭൂമിയിൽ അവൻ രക്ഷയ്ക്ക് വേണ്ടി വന്ന വരവാണ്, രക്ഷാമാർഗം ഉളവാക്കുവാൻ. അത് കഴിഞ്ഞു. ഇപ്പോൾ അവൻ മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷനായിരിക്കുന്നു. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്രേ പ്രവേശിച്ചത്. അതായത് മരണം കഴിഞ്ഞ് പാപപരിഹാരം വരുത്തിക്കഴിഞ്ഞ് അവൻ തൻ്റെ ജനത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. അതിനവൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് അതിൻ്റെ 28-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. 27, 28 ചേർത്ത് വായിക്കേണ്ടതാണ്. 28-ാം വാക്യത്തിൽ കാണുന്നത് ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അത് ആദ്യത്തെ വരവിൽ സംഭവിച്ച കാര്യമാണ്. ഇനി സംഭവിക്കുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ആ രക്ഷ എന്ന് പറയുന്നത് ആത്മരക്ഷയല്ല. തനിക്കായി കാത്തു നിൽക്കുന്നവർ ആത്മരക്ഷ പ്രാപിച്ചവരാണ്. അപ്പം പിന്നെ എന്താണ് ആ രക്ഷ എന്ന് പറഞ്ഞാൽ? ആ രക്ഷ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. നാം തിരുവഴുത്തിൽ അനേക വാക്യങ്ങൾ ആ ബന്ധത്തിൽ വായിക്കുന്നുണ്ട്. അവൻ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. നമ്മെ അവനോട് ചേർക്കേണ്ടതിന്, ശരീരത്തിൻ്റെ രക്ഷയ്ക്കായി നമ്മെ അവൻ്റെ കൂടെ ആക്കേണ്ടതിന് അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇനി അവൻ വരും. ആ വരവെങ്ങനെയാണ്? പാപം കൂടാതെ. അതിൻ്റെ അർത്ഥം എന്താ? ആദ്യം വന്നപ്പോൾ പാപത്തോടു കൂടെയാണെന്നാണോ? അല്ലല്ല, ആദ്യം പാപത്തോടു കൂടെയല്ല വന്നത്. ആദ്യം പാപമില്ല, ഇടയ്ക്കും പാപമില്ല, ഇപ്പോഴും പാപമില്ല, ഇനി വരുമ്പോഴും പാപമില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ആ പറഞ്ഞത് ആദ്യം വന്നത് പാപത്തിന് പരിഹാരം വരുത്താനായിട്ടാണ്, പാപപ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ്. ഇനി വരുമ്പോൾ ആ വിഷയമില്ല. ഇനി വരുന്നത് പാപത്തെ ബന്ധിക്കുന്ന ഒരു വിഷയവുമായിട്ടല്ല. ഇനി വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ വേണ്ടി മാത്രമാണ്. പാപം കൂടാതെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പോലെ വിശുദ്ധനായിട്ട് ആരും ഇല്ല. ഒരിക്കൽ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് സാധാരണ ചിന്തിക്കാത്ത ഒരു കാര്യം ആ പ്രസംഗകൻ പറഞ്ഞത് എനിക്ക് വളരെ ചിന്തനീയമായിട്ട് തോന്നി. യേശു കർത്താവ് രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കുന്ന കാര്യം പ്രസംഗിച്ചു വന്നപ്പോൾ ആ പ്രസംഗകൻ പറഞ്ഞു, അവൾ കർത്താവിനെ തൊട്ടു. ശക്തി പുറപ്പെട്ട കാര്യം കർത്താവിന് മനസ്സിലായി. അപ്പോഴേ അവൾ പേടിച്ചു പോയി. താൻ പിടിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് അവൾ ഭയപ്പെട്ടു പോയി. അവൾ ഭയപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞ് ആ പ്രസംഗകൻ പറഞ്ഞു വന്നതിൽ ഒരു കാര്യം ഇതാണ്: ലേവ്യ പുസ്തകപ്രകാരം സ്രവക്കാരിയെ തൊടുന്നവനും അശുദ്ധനായിത്തീരും. അതായത് അറിഞ്ഞോ അറിയാതെയോ ഈ രോഗമുള്ള ഒരു സ്ത്രീയെ ആരെങ്കിലും തൊട്ടാൽ ആ തൊട്ടവനും ആ പ്രമാണമനുസരിച്ച് അശുദ്ധനായിത്തീരും. അപ്പോൾ ഈ സ്ത്രീ അവൾ സൗഖ്യമാകാൻ വേണ്ടി മാത്രം പോയതാണ്. പക്ഷേ യേശു കർത്താവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വല്ലാത്ത അങ്കലാപ്പായി. അങ്കലാപ്പെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പരിശുദ്ധനെ തൊട്ടതുകൊണ്ട് അവൻ അശുദ്ധനായി തീരുമോ? യേശു കർത്താവിനെ ഞാൻ തൊട്ടല്ലോ, എൻ്റെ ശരീരത്തിൽ അവൻ തൊട്ടല്ലോ, ആ സ്പർശനം ഉണ്ടായതുകൊണ്ട് അവനും അശുദ്ധനായി തീരുമോ? എന്നിട്ട് ആ പ്രസംഗം നേരെ പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, അല്ലയോ ക്രിസ്തീയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവുമായി തൊട്ടിരിക്കുന്നത് കൊണ്ട് അവൻ ലോകത്തിൽ അശുദ്ധനാക്കപ്പെടുന്നുണ്ടോ? എനിക്ക് ആ വാക്ക് വല്ലാതെ ചിന്താർഹമായി തോന്നി. യേശു കർത്താവിൻ്റെ മഹത്വത്തിന് ഇടിവ് സംഭവിക്കില്ല, ഒടവ് ഇല്ല, നമുക്കറിയാം. എന്നാൽ എൻ്റെ കർത്താവാണ് എന്ന് ഞാൻ അവനെക്കുറിച്ച് പറയുകയും ഞാൻ മുഖാന്തരം അവൻ അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാടില്ല, അതുണ്ടാകാൻ പാടില്ല. അവൻ്റെ വിശുദ്ധി എപ്പോഴും ഉന്നതമായിരിക്കണം. ഞാൻ അവൻ്റെ പൈതലായതുകൊണ്ട് ആ വിശുദ്ധിയെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാശയം അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശുദ്ധനാണ്, ദൈവം വിശുദ്ധനാണ്. നമ്മുടെ കർത്താവും വിശുദ്ധനായ ദൈവപുത്രനായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നാം പറഞ്ഞത്. അവൻ സർവ്വവ്യാപിയാണ്. അവനെ ഒരു സ്ഥലത്ത് ഒതുക്കാൻ നമുക്ക് സാധ്യമല്ല.
അവൻ എല്ലായിടത്തും ഉള്ളവനാണ്. മറുവശത്ത് ആശ്വാസം എന്ന് പറയുന്നത് ഓരോ ദൈവ പൈതലിനോട് കൂടെയും അവൻ ഉണ്ട്. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവൻ നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒടുവിൽ ഞാൻ പറഞ്ഞത് അവൻ വിശുദ്ധനാണ്. അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. നാം അമ്പരന്ന് പോകത്തക്കവണ്ണം അവൻ വിശുദ്ധനാണ്. അവനിൽ യാതൊരു അശുദ്ധിയും ഇല്ല, ഇരുട്ടില്ല, മാലിന്യമില്ല, അഴുക്ക് അവനിലില്ല. പൂർണ്ണമായും നിർമ്മലനായ ദൈവപുത്രൻ. ഞാൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചു. വേദപുസ്തകത്തിൽ ഒരു വാക്യവും എഴുതപ്പെടുന്നതിന് മുൻപുള്ള പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. അതായത് നാം എല്ലാവരും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധിയുടെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വർഗമാണ്, അവൻ്റെ വിശുദ്ധ നിവാസം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പുരാതന സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധമായ കണ്ണുകളുടെ മുൻപാകെ ആ സ്വർഗം പോലും നിർമ്മലമല്ല എന്ന് പറയണമെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രയോ വിശുദ്ധനാണ്. നമ്മെ രക്ഷിച്ചത് അവൻ്റെ നിർമ്മലമായ രക്തത്താലാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ മഹത്വത്തെയും അവൻ്റെ വിശുദ്ധിയെയും കണ്ടിട്ട് നമ്മുടെ തലകളെ അവൻ്റെ പാദാന്തികയെ താഴ്ത്തി അവനെ നമുക്ക് സ്തുതിക്കാം. യോഹന്നാൻ അവൻ്റെ മഹത്വത്തെ കണ്ടിട്ട് മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ സ്വർഗത്തിലുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്. എന്നാൽ ഒരു ദിവസം വരും, നമ്മെ അവൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അതവൻ്റെ വീടാണ്, അതാണ് എൻ്റെയും വീട്. ഞാൻ അവിടെ ചെന്ന് അവനോടുകൂടെ ജീവിക്കും. ഇന്ന് അവൻ എന്നോടുകൂടെയാണ്, അന്ന് ഞാൻ അവനോടുകൂടെ ആയിരിക്കും. ഒരിക്കലൊരു ഭക്തൻ ഒരു മരണവേളയിൽ പറഞ്ഞ വാക്ക് എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, യേശു കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അവൻ്റെ ഭാര്യ മരിച്ചു കിടന്നപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ്, ഇന്ന് അവൻ എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി, പക്ഷേ യേശു കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. 2, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഇന്ന് അവനോട് കൂടെയാണ്. ഞാൻ ഇവിടെ ആയതുകൊണ്ട് അവൻ എന്നോട് കൂടെയാണ്. എന്നാൽ എൻ്റെ ഭാര്യ മരിച്ചു പോയപ്പോൾ അവളിപ്പോൾ കർത്താവിനോട് കൂടെയാണ്. 3 അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കർത്താവിനോട് ചേരുന്ന ഒരു ദിവസമുണ്ട്. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം! അതാണ് നമ്മുടെ പ്രത്യാശ. സാന്നിധ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രഭയിലേക്ക് നാം കടക്കും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രി ചിന്തിച്ച ഈ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും അവനെക്കുറിച്ചുള്ള ബഹുമാനത്തിനും കാരണമാക്കി തീർക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.